വെറും 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്നാൽ വർഷങ്ങൾ കൊണ്ടുപോലും ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വെറും 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ശാസ്ത്രീയവും പ്രായോഗികവുമായ ആ രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊരു ചെറിയ യഥാർത്ഥ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. 1999-ൽ ജപ്പാനിലെ ബിസിനസ്സുകാരനായ മസാവോ കവാസാക്കി നടത്തിയ ഒരു പരീക്ഷണം ലോകത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ആളുകളുടെ ചിന്തകളെപ്പോലും പിടിച്ചുകുലുക്കി. കവാസാക്കി തന്റെ കമ്പനിയിലെ 50 ജീവനക്കാരെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിന് ഒരു ജോലി പൂർത്തിയാക്കാൻ ഒരാഴ്ചത്തെ സമയം നൽകി. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് അതേ ജോലി വെറും 48 മണിക്കൂറിനുള്ളിൽ തീർക്കാനുള്ള ടാർഗറ്റാണ് ലഭിച്ചത്. ഫലങ്ങൾ അതിശയകരമായിരുന്നു. മുഴുവൻ ഒരാഴ്ച ലഭിച്ച ആദ്യത്തെ ഗ്രൂപ്പ് വളരെ പതുക്കെയാണ് ജോലി ചെയ്തത്. കാര്യങ്ങൾ പെർഫെക്റ്റാക്കാൻ അവർ ഒരുപാട് സമയമെടുത്തു. അവസാനം അതിൽ 50% ആളുകൾക്കും ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വെറും 48 മണിക്കൂർ മാത്രം ലഭിച്ച ഗ്രൂപ്പിലുള്ളവർ അതേ ജോലി 90% വിജയശതമാനത്തോടെ പൂർത്തിയാക്കി. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് പാർക്കിൻസൺസ് ലോ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ സമയമുള്ളപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ സമയം കുറവായിരിക്കുമ്പോൾ തലച്ചോറ് മറ്റൊരു മോഡിലേക്ക് മാറുന്നു, സർവൈവൽ മോഡ്. ഈ മോഡിൽ മനുഷ്യന്റെ തലച്ചോറ് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഓഫ് ചെയ്യുകയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. കൂടാതെ തലച്ചോറ് 10 മടങ്ങ് കൂടുതൽ ഷാർപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് നമ്മുടെ ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിന് ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇന്നത്തെ ബുക്ക് സമ്മറിയിൽ 8 സുപ്രധാന പാഠങ്ങളാണുള്ളത്. ഈ പാഠങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സക്സസ് ഇൻ 48 അവേഴ്സ് എന്ന് തീർച്ചയായും എഴുതുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നമുക്ക് നേരെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ കയ്യിൽ ഇയർഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇത് വീഡിയോയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും. പാഠം: രാത്രി 2 മണിയാകാൻ 12 മിനിറ്റ് മണിക്കൂറിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് ഈ രീതി പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വിവാഹത്തിന് പോകാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. പെട്ടെന്ന് ഇനി വെറും 48 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആഴ്ചകളായി മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ, അതായത് ഷോപ്പിംഗ്, പാക്കിംഗ്, ഗിഫ്റ്റ് വാങ്ങൽ എന്നിവയെല്ലാം കൊടുങ്കാറ്റിന്റെ വേഗതയിൽ നടക്കാൻ തുടങ്ങുന്നു. ഒരു ഡിസ്ട്രാക്ഷനുമില്ലാതെ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതിശയകരമായ കാര്യമെന്തെന്നാൽ ഇതെല്ലാം നിങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുകയും ചെയ്യും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഡെഡ്ലൈൻ ഇഫക്റ്റാണ്. സമയം പരിമിതമാണെന്ന സിഗ്നൽ തലച്ചോറിന് ലഭിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ഹൈസ്പീഡ് മോഡിലേക്ക് മാറുന്നു. ഇതാണ് 48 മണിക്കൂർ നിയമം. നിങ്ങളുടെ ചിന്തയെയും പ്ലാനിങ്ങിനെയും ആക്ഷനെയും സൂപ്പർചാർജ് ചെയ്യാൻ ഇതിന് സാധിക്കും. ഏതൊരു ജോലിയും അതിനായി അനുവദിക്കപ്പെട്ട സമയം എത്രയാണോ അത്രത്തോളം നീണ്ടുപോകുമെന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചൊല്ല് പാർക്കിൻസൺസ് ലോ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് 1 മാസം സമയം നൽകിയാൽ ആദ്യത്തെ 25 ദിവസം നിങ്ങൾ വിശ്രമിക്കുകയും അവസാന 5 ദിവസങ്ങളിൽ പരിഭ്രാന്തിയോടെ ആ ജോലി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതേ ടാസ്ക് 48 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ തലച്ചോറ് ഫുൾ പവറിൽ പ്രവർത്തിക്കുകയും ഒരു ഒഴിവുകഴിവുമില്ലാതെ നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിന് സെൻസ് ഓഫ് അർജൻസി ലഭിച്ചാൽ അത് തന്റെ മുഴുവൻ എനർജിയും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നാളെ രാവിലെയോടെ ഈ ജോലി തീർക്കണം എന്നാരെങ്കിലും പറയുമ്പോൾ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് അത് പൂർത്തിയാക്കാൻ കാരണം ഇതാണ്. ഒരു വലിയ ഷോക്ക് ലഭിക്കുന്നതുവരെ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മനുഷ്യന്റെ പ്രകൃതം. ഒരു ദിവസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? വിശ്വസിക്കൂ, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ 48 മണിക്കൂർ ധാരാളമാണ്. ലോകത്തിൽ നടന്നിട്ടുള്ള വലിയ വലിയ ഇന്നൊവേഷനുകളിലെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ടായിരുന്നു: ഭ്രാന്തമായ വേഗത. സ്റ്റീവ് ജോബ്സ് ആയാലും ഇലോൺ മസ്ക് ആയാലും ഇവർ ഡെഡ്ലൈനുകളെ ഭയപ്പെടുന്നില്ല, പകരം അതിനെ തങ്ങളുടെ ശക്തിയാക്കി മാറ്റുന്നു. ഒരു കാര്യം ചെയ്യാൻ കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും പൂർത്തിയാകില്ല. ഇതാണ് ഓരോ വിജയകരമായ മനുഷ്യന്റെയും മെന്റാലിറ്റി. ഇനിയും സമയമുണ്ടല്ലോ, നാളെ ചെയ്യാം എന്ന ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. പ്രോക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം വളരെ അപകടകരമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങൾ വെറുതെ ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും മാത്രമായി തീർന്നുപോകും. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന മൈൻഡ്സെറ്റ് ആവശ്യമാണ്. അടുത്ത 48 മണിക്കൂർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വർഷങ്ങളായി ആളുകൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരിടത്തേക്ക് 48 മണിക്കൂർ നീളുന്ന ഡെഡിക്കേറ്റഡായ കഠിനാധ്വാനം നിങ്ങളെ എത്തിക്കും. ഇതിന്റെ സയന്റിഫിക് വശവും വളരെ രസകരമാണ്. ന്യൂറോ സയൻസ് അനുസരിച്ച് തലച്ചോറിന് പരിമിതമായ സമയം ലഭിക്കുമ്പോൾ അത് ഡോപാമൈൻ റിലീസ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറുന്നു.
അവിടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാകുകയും നിങ്ങളുടെ പെർഫോമൻസ് ഏറ്റവും ഉയർന്ന തലത്തിലെത്തുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും അത്ഭുതകരമായി എല്ലാം ഓർമ്മിച്ചുവെക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇതൊരു അത്ഭുതമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു ട്രിക്കാണ്. ഇത് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ സാധിക്കും. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു വലിയ സ്വപ്നം കാണുമ്പോൾ അത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്നതിനു പകരം 48 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ വലിയ കാൽവെപ്പ് നടത്തുക എന്ന നിയമം പിന്തുടരുക. വിശ്വസിക്കൂ, വെറും 48 മണിക്കൂർ ഇനി ഒഴിവുകഴിവുകളില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുമ്പോൾ നിങ്ങളുടെ ലോകം ശരിക്കും മാറാൻ തുടങ്ങും. പാഠം 2. ശരിയായ ലക്ഷ്യങ്ങൾ എങ്ങനെ തീരുമാനിക്കാം. 48 മണിക്കൂറിനായുള്ള സ്മാർട്ട് പ്ലാനിംഗ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഏതു വഴിയിലൂടെ പോയാലും അത് തെറ്റായിരിക്കില്ല. ഈ വരി കേൾക്കുമ്പോൾ വളരെ ചെറുതായി തോന്നാം. എന്നാൽ ജീവിതത്തിൽ ശരിയായ ദിശ തീരുമാനിക്കാൻ ഗോൾ സെറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ടാർഗറ്റ് വ്യക്തവും അളക്കാൻ കഴിയുന്നതുമാണെങ്കിൽ മാത്രമേ 48 മണിക്കൂർ നിയമം പ്രവർത്തിക്കൂ. അല്ലാത്തപക്ഷം വിലാസം നൽകാതെ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് യാത്ര ചെയ്യുന്നത് പോലെയായിരിക്കും അത്. ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ സ്മാർട്ട് ഫോർമുല ഉപയോഗിക്കുക. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ്, ടൈം ബൗണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഈ 5 കാര്യങ്ങളിൽ കൃത്യമായി വരുന്നില്ലെങ്കിൽ 48 മണിക്കൂർ കഠിനാധ്വാനം ചെയ്താലും ഒരു ഫലവുമുണ്ടാകില്ല. ഉദാഹരണത്തിന്, എനിക്കെന്റെ ജീവിതം നന്നാക്കണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതൊരു വ്യക്തതയില്ലാത്ത ടാർഗറ്റാണ്. എന്നാൽ ഇത് സ്മാർട്ട് രീതിയിൽ മാറ്റിയാൽ ഇങ്ങനെയിരിക്കും: അടുത്ത 48 മണിക്കൂറിനുള്ളിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലം ഞാൻ ഉണ്ടാക്കിയെടുക്കും. കൂടാതെ എല്ലാ ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യും. ഇവിടെ ടാർഗറ്റ് വ്യക്തമാണ്, അളക്കാൻ കഴിയുന്നതാണ്, അതുപോലെ ടൈം ബൗണ്ട് കൂടിയാണ്. വിദ്യാർത്ഥികൾ 10 ദിവസം കൊണ്ട് പഠിക്കുന്നതും പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് പഠിക്കുന്നതും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആ സമയത്ത് അവരുടെ ടാർഗറ്റ് പൂർണ്ണമായും സ്മാർട്ടായിരിക്കും. സ്പെസിഫിക്കായ വേണ്ട കാര്യങ്ങൾ മാത്രം, മെഷറബിളായ എത്ര ചാപ്റ്ററുകൾ ബാക്കിയുണ്ട് എന്നത്, അച്ചീവബിളായ ഒരു രാത്രി കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നത്, റെലവന്റായ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത്, ടൈം ബൗണ്ടായ പരീക്ഷയുടെ സമയപരിധി. ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾക്കായി ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ വിജയം വെറും മണിക്കൂറുകൾ മാത്രം അകലെയായിരിക്കും. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഒന്നിലധികം ടാർഗറ്റുകൾ ഒരേ സമയം ഉണ്ടാക്കുന്നതാണ്. തലച്ചോറിന് ഒരേ സമയം 10 കാര്യങ്ങളുടെ ഭാരം നൽകുമ്പോൾ അനാലിസിസ് പാരാലിസിസ് സംഭവിക്കുന്നു. അതായത് കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടാൻ തന്നെ സമയം മുഴുവൻ നഷ്ടപ്പെടുകയും ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ലാതാവുകയും ചെയ്യുന്നു. അതിനാൽ 48 മണിക്കൂറിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ടാർഗറ്റുകൾ മാത്രം ഫിക്സ് ചെയ്യുക. അതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലക്ഷ്യങ്ങൾ ശരിയായി സെറ്റ് ചെയ്യാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ട്രിക്ക് ഉപയോഗിക്കുക. ഇതിനർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ചെറിയ ടാസ്കുകളായി വിഭജിക്കുകയും അവയ്ക്ക് ഒരു ടൈംലൈൻ നൽകുകയും ചെയ്യുക എന്നതാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു ബിസിനസ് ആശയത്തിൽ പ്രവർത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 12 മണിക്കൂർ റിസർച്ച്, അടുത്ത 12 മണിക്കൂർ പ്ലാനിംഗ്, പിന്നീട് 12 മണിക്കൂർ ആക്ഷൻ, അവസാന 12 മണിക്കൂർ റിവ്യൂ. ഓരോ സ്റ്റെപ്പും വ്യക്തമാകുമ്പോൾ തലച്ചോറ് വഴിതെറ്റാതെ അത് പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ യാത്ര എളുപ്പമാകും. നിങ്ങളുടെ ഗോൾ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതിനാൽ പുതിയ എന്തെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: എന്റെ ടാർഗറ്റ് സ്മാർട്ടാണോ? അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ വിജയം ഉറപ്പാണ്. പാഠം 3. മൈൻഡ്സെറ്റ് റീസെറ്റ്. സ്വയം മാറാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം. നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതായിരിക്കും നമ്മളായിത്തീരുന്നത്. നിങ്ങളുടെ ചിന്തകൾ പഴയത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടുകളും പഴയതു തന്നെയായിരിക്കും. എന്നാൽ വെറും 48 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് തന്റെ മൈൻഡ്സെറ്റ് മാറ്റാൻ ശരിക്കും കഴിയുമോ? ഉത്തരം അതെ എന്നാണ്. കാരണം മാറാൻ വേണ്ടത് സമയമല്ല, തീരുമാനമാണ്. ഒരു വ്യക്തിയുടെ ചിന്ത മാറുമ്പോൾ അവന്റെ മുഴുവൻ ജീവിതവും മാറുന്നു. മൈൻഡ്സെറ്റ് മാറ്റാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം ഐഡന്റിറ്റി ഷിഫ്റ്റാണ്. അതായത് നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെപ്പോലെ സ്വയം കാണാൻ തുടങ്ങുക. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ എനിക്ക് സിഗരറ്റ് വലി നിർത്തണം എന്ന് മാത്രം സ്വയം പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾക്കൊരിക്കലും അത് നിർത്താൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ അതേ വ്യക്തി ഞാനൊരു നോൺ സ്മോക്കറാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്താഗതി മുഴുവൻ മാറും. നിങ്ങൾ നിങ്ങളുടെ പഴയ ഐഡന്റിറ്റി ഉപേക്ഷിച്ച് പുതിയൊരെണ്ണം സ്വീകരിക്കണം. ഫേക്ക് ഇറ്റ് ടിൽ യു ബിക്കം ഇറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ തലച്ചോറിനെ നിർബന്ധിക്കുക. ഒരു എക്സ്പെരിമെന്റിൽ കുറച്ചാളുകളോട് 2 മിനിറ്റ് നേരം ഒരു സൂപ്പർ ഹീറോയെപ്പോലെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അതായത് നെഞ്ചു വിരിച്ച് തലയുയർത്തി നിൽക്കാൻ. വെറും 2 മിനിറ്റ് കൊണ്ട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു, സ്ട്രെസ് കുറഞ്ഞു, കൂടാതെ അവരുടെ സംസാരിക്കുന്ന രീതി പോലും മാറി. ഇതിനർത്ഥം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ മൈൻഡ്സെറ്റിനെ മാറ്റാൻ സഹായിക്കും എന്നാണ്. ഇനി മറ്റൊരു സയന്റിഫിക് രീതി നോക്കാം: ന്യൂറോ അസോസിയേഷൻസ്. വേദനയോ അല്ലെങ്കിൽ സന്തോഷമോ നൽകുന്ന കാര്യങ്ങൾ മാത്രമേ തലച്ചോറ് ആവർത്തിക്കാൻ താൽപ്പര്യപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് പിസ്സ കഴിക്കുന്നത് സന്തോഷം നൽകുകയും ജിമ്മിൽ പോകുന്നത് വേദന നൽകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും പിസ്സ തന്നെ തിരഞ്ഞെടുക്കും.
എന്നാൽ ജിമ്മിൽ പോകുന്നതിനെ സന്തോഷത്തോടും പിസ്സ കഴിക്കുന്നതിനെ വേദനയോടും ബന്ധിപ്പിച്ചാൽ നിങ്ങളുടെ മൈൻഡ്സെറ്റ് തനിയെ മാറും. മികച്ച അത്ലറ്റുകളും വിജയിച്ച ആളുകളും ഈ രീതിയാണ് പിന്തുടരുന്നത്. അവർ തങ്ങളുടെ കഠിനാധ്വാനത്തെ രസകരമാക്കി മാറ്റുന്നു. മൈൻഡ്സെറ്റ് റീസെറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി ഇൻസ്റ്റന്റ് ആക്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ ദിശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഒരു പുസ്തകം വായിക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, ഒരു എക്സ്പെർട്ടിനെ കാണുക, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ വലിയൊരു കമ്മിറ്റ്മെന്റ് നടത്തുക. ഒരു ട്രിഗർ ഉണ്ടാകുന്നതുവരെ മൈൻഡ്സെറ്റ് മാറില്ല. ചിന്തകൾ മാറ്റുക, വിധി തനിയെ മാറും. പുതിയൊരു മൈൻഡ്സെറ്റ് സ്വീകരിക്കാൻ 48 മണിക്കൂർ ധാരാളമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം നൽകുക. ഞാൻ എന്താകാനാണോ ജനിച്ചത് ആ മനുഷ്യനായി ഞാൻ മാറും. പാഠം: പുലർച്ചെ 5 മണിയാകാൻ 12 മിനിറ്റ് മണിക്കൂറിന് ശേഷവും നിലനിൽക്കുന്ന ശരിയായ ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം? നമ്മുടെ ജീവിതം നമ്മുടെ ശീലങ്ങളുടെ ഫലമാണ്. പഴയ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി ഒന്നും സംഭവിക്കില്ല. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പുതിയ ശീലങ്ങൾ തുടങ്ങുമെങ്കിലും അത് നിലനിർത്താൻ കഴിയാറില്ല എന്നതാണ് പ്രശ്നം. ജിമ്മിൽ പോകുന്നതോ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതോ നല്ല ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ പഠിക്കുന്നതോ ആകട്ടെ, കുറച്ചു ദിവസത്തേക്ക് നമ്മൾ വലിയ ആവേശമായിരിക്കും, പിന്നീട് പതിയെ ആ ശീലം ഇല്ലാതാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശീലങ്ങൾ മാറ്റാൻ നിങ്ങൾ ആദ്യം ഹാബിറ്റ് ലൂപ്പ് മനസ്സിലാക്കണം. എല്ലാ ശീലങ്ങളും 3 കാര്യങ്ങൾ ചേർന്നതാണ്: ട്രിഗർ അഥവാ ആരംഭ സിഗ്നൽ, റൂട്ടീൻ അഥവാ ശീലം, റിവാർഡ് അഥവാ സമ്മാനം. നിങ്ങൾക്ക് ദിവസവും രാത്രി മധുരം കഴിക്കുന്ന ശീലമുണ്ടെന്ന് കരുതുക. ഇവിടെ ട്രിഗർ ഡിന്നർ കഴിയുന്നതാണ്, റൂട്ടീൻ മധുരം കഴിക്കലാണ്, റിവാർഡ് സന്തോഷമോ സംതൃപ്തിയോ അനുഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് മോശമായൊരു ശീലം മാറ്റണമെങ്കിൽ ട്രിഗറും റിവാർഡും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് റൂട്ടീൻ മാറ്റിയാൽ മതി. ഇനി വരുന്നത് 48 മണിക്കൂറിനുള്ളിൽ നിലനിൽക്കുന്ന ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഇതിന്റെ ഉത്തരം 2 മിനിറ്റ് നിയമമാണ്. പുതിയൊരു ശീലം തുടങ്ങുമ്പോൾ അത് മാറ്റിവെക്കാൻ തോന്നാത്ത വിധം വളരെ എളുപ്പമാക്കുക. നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്ന ശീലം തുടങ്ങണമെങ്കിൽ വെറും 2 മിനിറ്റ് വായിക്കുക എന്ന നിയമം ഉണ്ടാക്കുക. ജിമ്മിൽ പോകണമെങ്കിൽ വെറും 2 മിനിറ്റ് വാമപ്പ് മാത്രം ചെയ്യുക. വലിയ കാര്യങ്ങളെ നമ്മുടെ തലച്ചോറ് ഭയപ്പെടുന്നു, എന്നാൽ ചെറിയ കാര്യങ്ങളെ വളരെ എളുപ്പം സ്വീകരിക്കുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ ശീലത്തെ മറ്റ് ഏതെങ്കിലും ജോലിയുമായി ബന്ധിപ്പിക്കുക. ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ദിവസവും 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ല് തേച്ചതിനു ശേഷം അത് ചെയ്യുക എന്നൊരു നിയമമുണ്ടാക്കുക. വ്യായാമം ചെയ്യണമെങ്കിൽ രാവിലത്തെ ചായ കുടിച്ചതിനു ശേഷം ഉടൻ തന്നെ ചെയ്യുക. പഴയൊരു ദിനചര്യയോട് പുതിയൊരു ശീലം ചേരുമ്പോൾ അത് ഉപേക്ഷിക്കുക ബുദ്ധിമുട്ടാകും. രസകരമായ മറ്റൊരു കാര്യം, ഒരു ശീലം നിങ്ങൾ 48 മണിക്കൂർ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ തലച്ചോറ് അതിനെ ഒരു ന്യൂ നോർമലായി അംഗീകരിക്കുന്നു എന്നതാണ്. 30 ദിവസത്തെ ഫിറ്റ്നസ് ചലഞ്ച് പോലെയുള്ള കാര്യങ്ങൾ ആളുകൾ ഏറ്റെടുക്കുമ്പോൾ അത് നിലനിർത്താൻ എളുപ്പമാകുന്നത് ഇതുകൊണ്ടാണ്. ആദ്യത്തെ കാൽവെപ്പ് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എൻവയോൺമെന്റ് ഡിസൈൻ ആണ്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പുസ്തകങ്ങൾ അലമാരയിൽ ഒളിപ്പിച്ചു വെക്കാതെ എപ്പോഴും നിങ്ങളുടെ ടേബിളിൽ വെക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ ജങ്ക് ഫുഡ് മാറ്റിവെച്ച് ഹെൽത്തി സ്നാക്സ് മുന്നിൽ വെക്കുക. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ശീലങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ. ശീലങ്ങൾ ഉണ്ടാക്കാൻ വലിയ മോട്ടിവേഷൻ വേണമെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ സത്യത്തിൽ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളാണ് വേണ്ടത്. ശീലങ്ങളെ നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാക്കുമ്പോൾ മാത്രമേ അത് നിലനിൽക്കൂ. ഞാൻ ജിമ്മിൽ പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഫിറ്റായ ഒരു വ്യക്തിയാണ് എന്ന് പറയുക. ഐഡന്റിറ്റി മാറുമ്പോൾ ശീലങ്ങൾ തനിയെ മാറുന്നു. പാഠം: പുലർച്ചെ 6 മണിയാകാൻ 12 മിനിറ്റ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എങ്ങനെ ഇല്ലാതാക്കാം? ഓരോ മനുഷ്യനും അവരുടേതായ ബലഹീനതകൾ ഉണ്ടാകും. മടി, ഭയം, ആത്മവിശ്വാസക്കുറവ്, അമിത ചിന്ത, അച്ചടക്കമില്ലായ്മ, ദേഷ്യം അല്ലെങ്കിൽ വേഗം തോൽവി സമ്മതിക്കുന്ന സ്വഭാവം. എന്നാൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വെറും 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയ്ക്കെതിരെ പോരാടാൻ തുടങ്ങാം. നമ്മുടെ ബലഹീനതകളെ നമ്മൾ തിരിച്ചറിയുന്നതുവരെ മാത്രമേ അത് നമ്മെ തടഞ്ഞു നിർത്തൂ. ആദ്യത്തെ പടി നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എഴുതിവെക്കുക എന്നതാണ്. അതെ, അത് മനസ്സിൽ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു കടലാസിൽ എഴുതണം. നിങ്ങളുടെ ബലഹീനത വ്യക്തമായി കാണുമ്പോൾ അതിനെ മറികടക്കാനുള്ള പ്ലാനുകൾ തലച്ചോറിൽ ഓട്ടോമാറ്റിക്കായി രൂപപ്പെടാൻ തുടങ്ങും. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഷോക്ക് യുവർ സിസ്റ്റം, അതായത് നിങ്ങളെ തന്നെ ഞെട്ടിക്കുക. പെട്ടെന്നൊരു വലിയ മാറ്റം ലഭിക്കുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് വേഗത്തിൽ മാറുന്നത്. നിങ്ങളുടെ ബലഹീനത മടിയാണെങ്കിൽ അടുത്ത 48 മണിക്കൂർ പൂർണ്ണമായി ആക്റ്റീവായിരിക്കുക എന്ന ചലഞ്ച് ഏറ്റെടുക്കുക. ആത്മവിശ്വാസക്കുറവാണെങ്കിൽ ഈ 2 ദിവസങ്ങളിൽ ദിവസവും 5 പുതിയ ആളുകളോട് സംസാരിക്കാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ തുടങ്ങുക. ഇനി വരുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് രീതിയാണ്. ഒഴിവുകഴിവുകൾ പറയുന്നതാണ് നിങ്ങളുടെ ബലഹീനതയെങ്കിൽ സ്വയം ചോദിക്കുക, എനിക്ക് ഒരു ഒഴിവുകഴിവും പറയാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? എന്തെങ്കിലും ഭയം നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ സ്വയം ചോദിക്കുക, എനിക്ക് ഈ ഭയത്തെ മറികടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുമായിരുന്നു?
ഇതിനുള്ള ഉത്തരങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തനിയെ വഴികൾ കണ്ടെത്താൻ തുടങ്ങും. ബലഹീനതകൾ മാറ്റാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റുക. എനിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിനു പകരം ഞാൻ തികഞ്ഞ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് പറയുക. നിങ്ങളെ ആ പുതിയ രൂപത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ തലച്ചോറും അതിനനുസരിച്ച് പ്രവർത്തിക്കും. അവസാനമായി മൈക്രോവിൻസ്. ബലഹീനതകളെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുക ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ചെറിയ വിജയങ്ങൾ നേടി അതിനെ ദുർബലപ്പെടുത്താം. മടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യുക. മടിയോ സങ്കോചമോ തോന്നുന്നുണ്ടെങ്കിൽ വെറും 10 സെക്കൻഡ് മാത്രം ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ചെറിയ ചുവടുകൾ വിജയിക്കാൻ തുടങ്ങുമ്പോൾ വലിയ വിജയങ്ങൾ തനിയെ വരും. ഓർക്കുക, 48 മണിക്കൂർ കൊണ്ട് ബലഹീനതകൾ പൂർണ്ണമായി ഇല്ലാതാവില്ല, എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഒരിക്കൽ മനസ്സിലാക്കിയാൽ അതിനെ പൂർണ്ണമായി മറികടക്കുക എന്നത് കേവലം സമയത്തിന്റെ പ്രശ്നം മാത്രമാണ്. സുഹൃത്തുക്കളെ, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 2400-ലധികം അംഗങ്ങൾ ഇതിനകം ജോയിൻ ചെയ്തിട്ടുണ്ട്. പോയി ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലുമുണ്ട്. ഈ ചാനലിൽ നിങ്ങൾക്കും പോസിറ്റീവായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനും ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാനും സാധിക്കും. രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സമയം പാഴാക്കാതെ അടുത്ത പാഠത്തിലേക്ക് കടക്കാം. പാഠം 6. പണമുണ്ടാക്കാനുള്ള പുതിയ ശീലങ്ങൾ. 48 മണിക്കൂറിനുള്ളിൽ പുതിയ ഇൻകം സോഴ്സ് എങ്ങനെ തുടങ്ങാം? പണമുണ്ടാക്കാൻ 2 വഴികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നുകിൽ മറ്റൊരാൾക്കു വേണ്ടി ജോലി ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായി ജോലി ചെയ്യുക. എന്നാൽ മിക്ക ആളുകൾക്കും പണം സമ്പാദിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ അറിയൂ: ജോലി. ഇതുതന്നെയാണ് ഏറ്റവും വലിയ തെറ്റും. സാമ്പത്തിക ഭദ്രത നേടണമെങ്കിൽ നിങ്ങൾ ഇൻകത്തിന്റെ പുതിയ സോഴ്സുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല കാര്യമെന്തെന്നാൽ വെറും 4 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു പുതിയ ഇൻകം സോഴ്സ് തുടങ്ങാം എന്നതാണ്. ചിന്ത മാറ്റുക. പണം തനിയെ വർദ്ധിക്കും. പണം സമ്പാദിക്കാൻ വലിയ സ്കിൽ വേണമെന്നോ അല്ലെങ്കിൽ വലിയ നിക്ഷേപം വേണമെന്നോ ഉള്ള ചിന്താഗതിയിൽ നിന്നും ആദ്യം തന്നെ പുറത്തുവരിക. ചെറിയ ചെറിയ ആശയങ്ങൾ കൊണ്ടുപോലും വലിയ പണം സമ്പാദിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അത് നടപ്പിലാക്കാൻ അറിയണമെന്ന് മാത്രം. ഇനി പ്രധാനപ്പെട്ട ചോദ്യം: അതെങ്ങനെ ചെയ്യാം? 48 മണിക്കൂറിനുള്ളിൽ പുതിയ ഇൻകം സോഴ്സ് തുടങ്ങാൻ ഈ 3 സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യത്തെ സ്റ്റെപ്പ്: നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് താൽപ്പര്യം? മറ്റുള്ളവരെക്കാൾ മികച്ചതായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എഴുതാൻ, സംസാരിക്കാൻ, പഠിപ്പിക്കാൻ, ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുമോ? അതോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവുള്ള എന്തെങ്കിലും വിഷയം നിങ്ങൾക്കുണ്ടോ? ഉവ്വ് എന്നാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് വരുമാനമാക്കി മാറ്റാം. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ യൂട്യൂബിലോ പോഡ്കാസ്റ്റിലോ ഒരു ചാനൽ തുടങ്ങുക. സ്കില്ലില്ലെങ്കിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്: ഏറ്റവും കുറഞ്ഞ നിക്ഷേപം, ഏറ്റവും കൂടിയ ലാഭം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം. 1 രൂപ പോലും മുടക്കാതെ താഴെ പറയുന്ന വഴികളിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. ഓൺലൈൻ ഫ്രീലാൻസിംഗ്, ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ തുടങ്ങിയവയിൽ ജോലി കണ്ടെത്തുക. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിൽക്കുക. ഇ-ബുക്ക്, ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി വിൽക്കുക. ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സ്വന്തമായി ഉൽപ്പന്നങ്ങളില്ലാതെ തന്നെ സാധനങ്ങൾ വിൽക്കുക. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ചെറിയ ബിസിനസ്സുകൾക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ്: 48 മണിക്കൂർ ചലഞ്ച് ഏറ്റെടുക്കുക. ഇനി ഏറ്റവും രസകരമായ കാര്യം: നിങ്ങൾക്ക് തന്നെ ഒരു സമയപരിധി വയ്ക്കുക. ഇഷ്ടപ്പെട്ട ഐഡിയ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കാൻ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ആദ്യത്തെ ദിവസം റിസർച്ചും പ്ലാനിങ്ങും, ഏത് ഇൻകം സോഴ്സ് വേണമെന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെ ദിവസം നേരിട്ട് ആക്ഷൻ എടുക്കുക. ആദ്യത്തെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ഗിഗ് അപ്ലോഡ് ചെയ്യുക. ആദ്യത്തെ ക്ലയന്റിനെ കണ്ടെത്തുക. ഡെഡ്ലൈൻ നൽകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് പാർക്കിൻസൺസ് ലോ. നിങ്ങളുടെ കയ്യിൽ സമയം കുറവാകുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുകയും പ്രൊഡക്റ്റീവ് ആകുകയും ചെയ്യും. ആദ്യത്തെ കാൽവെപ്പ് മാത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എപ്പോഴും ഓർക്കുക. പാഠം 7. അച്ചടക്കവും സ്ഥിരതയും. 48 മണിക്കൂറിൽ തുടങ്ങി ജീവിതകാലം മുഴുവൻ വിജയം എങ്ങനെ നിലനിർത്താം? വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം ഗംഭീരമായ പ്ലാനിംഗോ അസാമാന്യ ബുദ്ധിയോ അല്ല. യഥാർത്ഥ രഹസ്യം അച്ചടക്കവും സ്ഥിരതയുമാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ 90% ആളുകൾക്കും ഇത് രണ്ടും കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും, പുതിയ വർഷം മുതൽ വ്യായാമം തുടങ്ങും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കും എന്ന് നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും? പക്ഷേ എന്തു സംഭവിക്കും? ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ വലിയ ആവേശമായിരിക്കും, പിന്നീട് പതിയെയെല്ലാം അവസാനിക്കും. ഇവിടെയാണ് മിക്കവരും പരാജയപ്പെടുന്നത്. എന്നാൽ ഈ ആവേശത്തെ ശീലമാക്കി മാറ്റുന്നവരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്. ഇതാണ് പഠിക്കേണ്ടത്. 48 മണിക്കൂറിൽ തുടങ്ങി ഇത് ജീവിതകാലം മുഴുവൻ എങ്ങനെ നിലനിർത്താം? 1. അച്ചടക്കം ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അച്ചടക്കം ഒരു കഴിവാണെന്നാണ് ആളുകൾ കരുതുന്നത്, എന്നാൽ അങ്ങനെയല്ല.
അച്ചടക്കം ഒരു മസിലിനെപ്പോലെയാണ്. ദിവസവും ഉപയോഗിക്കുന്തോറും ഇത് ശക്തിപ്പെടുന്നു. ഞാൻ ഭയങ്കര മടിയനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അച്ചടക്കം ജന്മനാ ലഭിക്കുന്നതല്ല, അത് ആർക്കും വികസിപ്പിച്ചെടുക്കാം. തുടക്കത്തിൽ 48 മണിക്കൂർ ചലഞ്ച് എടുത്ത് തുടങ്ങുക. അടുത്ത 2 ദിവസം ഒഴിവുകഴിവുകളില്ലാതെ ഞാൻ ഈ ജോലി ചെയ്യും എന്ന് സ്വയം പറയുക. പിന്നീട് ഇതിനെ ചെറിയ ടാർഗറ്റുകളായി വികസിപ്പിക്കുക. തുടക്കം ചെറുതായിരിക്കാം, എന്നാൽ യാത്ര ദീർഘമായിരിക്കുമെന്ന് ഓർക്കുക. 2. സ്ഥിരതയുടെ ഏറ്റവും വലിയ ശത്രു എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന ചിന്താഗതിയാണ്. പെർഫെക്റ്റായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല എന്ന് പലരും ചിന്തിക്കുന്നു. ദിവസവും 30 മിനിറ്റ് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് കരുതുക, എന്നാൽ ഒരു ദിവസം 10 മിനിറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ 2 വഴികളുണ്ട്. 1. ഇനിയിപ്പോ എന്ത് കാര്യം, നാളെ മുതൽ വീണ്ടും തുടങ്ങാം എന്ന് നിങ്ങൾക്ക് പറയാം. രണ്ടാമത്തേത്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾക്ക് പറയാം. ആദ്യത്തെ വഴി നിങ്ങളെ പുറകോട്ട് നയിക്കും, രണ്ടാമത്തേത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. സ്ഥിരത എന്നാൽ പെർഫെക്ഷനല്ല, നിരന്തരം മുന്നോട്ടു പോകുന്നതാണ്. 3. 2 മിനിറ്റ് നിയമം. ഏതൊരു പുതിയ ശീലവും എളുപ്പത്തിൽ സ്വീകരിക്കുന്നതിനുള്ള വഴി. പുതിയൊരു ശീലം തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാറ്റിവെക്കാൻ തോന്നാത്ത വിധം വളരെ എളുപ്പമാക്കുക. പഠിക്കാൻ തുടങ്ങണമെങ്കിൽ വെറും 2 മിനിറ്റ് മാത്രം പുസ്തകം തുറക്കുക. വ്യായാമം ചെയ്യണമെങ്കിൽ വെറും 2 പുഷ് അപ്പുകൾ ചെയ്യുക. ജേണലിംഗ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ വരി മാത്രം എഴുതുക. ശീലങ്ങൾ എളുപ്പമുള്ളതാണെന്ന് തോന്നുമ്പോൾ തലച്ചോറ് അതിനെ റിജക്റ്റ് ചെയ്യില്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വയം തന്നെ മുന്നോട്ടു പോകാൻ തോന്നും. 4. മൈൻഡിനെ ട്രിക്ക് ചെയ്യുക. സ്വയം ഈ ചോദ്യം ചോദിക്കുക. എപ്പോഴെങ്കിലും അച്ചടക്കത്തിൽ നിന്ന് ട്രാക്ക് തെറ്റാൻ പോകുന്നതായി തോന്നിയാൽ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഞാനിത് ഇന്ന് മാറ്റിവെച്ചാൽ എന്റെ സ്വപ്നവും മാറ്റിവെക്കപ്പെടുമോ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക, എന്നാൽ ദിവസവും അത് മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ സ്വയം ചോദിക്കുക, ഞാനിന്ന് ചെയ്തില്ലെങ്കിൽ 5 വർഷത്തിനു ശേഷവും ഞാൻ ഇവിടെ തന്നെ നിൽക്കുമോ? നിങ്ങളുടെ ഓരോ ചെറിയ പ്രവൃത്തിയും നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു എന്നോർക്കുക. 5-48 മണിക്കൂർ സ്ഥിരതയെ ജീവിതകാലം മുഴുവൻ എങ്ങനെ നിലനിർത്താം? ആദ്യത്തെ സ്റ്റെപ്പ് 48 മണിക്കൂർ ചലഞ്ചെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്വയം ഉത്തരവാദിത്തമുള്ളവരാക്കുക. ഡയറിയിൽ എഴുതുകയോ കൂട്ടുകാരോട് പറയുകയോ ചെയ്യുക. 4ാമത്തെ സ്റ്റെപ്പ് ലക്ഷ്യങ്ങൾ ഫ്ലെക്സിബിൾ ആക്കുക. കുറച്ച് ചെയ്താലും പൂർണ്ണമായി ഉപേക്ഷിക്കരുത്. അച്ചടക്കവും സ്ഥിരതയും എളുപ്പവും രസകരവുമാക്കുന്നവർക്ക് മാത്രമേ അത് നിലനിർത്താൻ കഴിയൂ. അവസാന വാക്ക്, നിലനിൽക്കുന്നവൻ വിജയിക്കും. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ ചെറിയ ചുവടുകളാണെങ്കിലും അത് ദിവസവും വെക്കുന്നവർ മാത്രമേ വിജയിക്കൂ. 48 മണിക്കൂർ ഈ യാത്ര ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണെങ്കിൽ വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. പാഠം 8. ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. 48 മണിക്കൂറിന് ശേഷവും ഗ്രോത്ത് എങ്ങനെ തുടരാം? നിങ്ങൾ 48 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തു. ഇനി ചോദ്യം ഇതാണ്, അടുത്തതെന്ത്? ഒറ്റയടിക്ക് മാറ്റങ്ങൾ വരുത്താൻ പലരും ശ്രമിക്കാറുണ്ട്, എന്നാൽ ഈ മാറ്റം നിരന്തരം നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. 2 ദിവസം കഠിനാധ്വാനം ചെയ്ത ശേഷം വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചുപോയാൽ ഒരു കാര്യവുമില്ല. അതിനാൽ ഈ 48 മണിക്കൂർ സ്റ്റാർട്ടപ്പ് മൊമെന്റം എപ്പോഴും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 1. 48 മണിക്കൂർ റിവ്യൂ. എന്ത് ശരിയായി, എന്ത് മാറ്റണം? എല്ലാ യാത്രയിലും വഴി ശരിയായ ദിശയിലാണോ പോകുന്നതെന്ന് നിർത്താനൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ 48 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തുവെങ്കിൽ സ്വയം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ എന്റെ ടാർഗറ്റ് പൂർത്തിയാക്കിയോ? കാര്യങ്ങൾ എളുപ്പമായിരുന്നോ അതോ ബുദ്ധിമുട്ടായിരുന്നോ? അടുത്ത 30 ദിവസം ഞാനിത് തുടർന്നാൽ ഞാൻ കൂടുതൽ മെച്ചപ്പെടുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ മുന്നോട്ടു പോവുക, ഇല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. 2. മൊമെന്റം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തെന്നാൽ ആദ്യത്തെ 2-3 ദിവസം പൂർണ്ണ ആവേശത്തിലായിരിക്കും, പിന്നീട് പതിയെ അവർ തണുത്തുപോകും. ഇവിടെയാണ് യഥാർത്ഥ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയതാണെങ്കിൽ അടുത്ത 48 മണിക്കൂർ കൂടി അത് തുടരുക. രാവിലെ എഴുന്നേൽക്കുന്ന ശീലമാണെങ്കിൽ അത് അടുത്ത 48 മണിക്കൂർ കൂടി ആവർത്തിക്കുക. പുതിയ സ്കിൽ പഠിക്കുന്നതാണെങ്കിലും അത് അടുത്ത 48 മണിക്കൂർ കൂടി ആവർത്തിക്കുക. നിർത്താത്തവൻ മുന്നേറും. 3. ഗ്രോത്ത് ഓട്ടോമാറ്റിക് എങ്ങനെയാക്കാം? ഹാബിറ്റ് സ്റ്റാക്കിംഗ് മെത്തേഡ്. 48 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇനി അതിനെ നിങ്ങളുടെ ദിനചര്യയുമായി ബന്ധിപ്പിക്കുക. ഇതിനെ എളുപ്പത്തിൽ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് വിളിക്കാം. പല്ലുതേച്ച ശേഷം 5 മിനിറ്റ് വ്യായാമം, ചായ കുടിച്ച ശേഷം 10 മിനിറ്റ് പുസ്തകം വായിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം കഷ്ടപ്പെടാതെ തന്നെ പുതിയ ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി രൂപപ്പെടും. 4. ബോറടി എന്ന തടസ്സം ഗ്രോത്തിലെ ഏറ്റവും വലിയ ശത്രു. എല്ലാ പുതിയ ശീലങ്ങളിലും അല്ലെങ്കിൽ മാറ്റങ്ങളിലും കാര്യങ്ങൾ ബോറടിപ്പിക്കുന്നതായി തോന്നുന്ന ഒരു സമയമുണ്ടാകും. 90% ആളുകളും തോൽവി സമ്മതിക്കുന്നത് അവിടെയാണ്. ഒരേ ദിനചര്യ പിന്തുടരുന്നത് വിരസതയുണ്ടാക്കും, എന്നാൽ വിജയം ലഭിക്കുന്നത് ബോറടിക്കുന്ന കാര്യങ്ങൾ പോലും തുടർന്ന് ചെയ്യുന്നവർക്കാണ്.
ഇതാണ് യഥാർത്ഥ അച്ചടക്കം. എനിക്ക് സന്തോഷം നൽകുന്നിടത്തോളം മാത്രം ഞാൻ ചെയ്യില്ല, മറിച്ച് അത് ആവശ്യമുള്ളിടത്തോളം ഞാൻ ചെയ്യും. 5. അക്കൗണ്ടബിലിറ്റി ഹാക്ക് നിങ്ങളെ എങ്ങനെ ഉത്തരവാദിത്തമുള്ളവരാക്കാം. നിങ്ങളുടെ പ്രോഗ്രസ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സീരിയസ് ആവും. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സുഹൃത്തിനോട് പറയുക. അടുത്ത 30 ദിവസം നിങ്ങൾ ഈ ശീലത്തിൽ പ്രവർത്തിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഒരു റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്യുക. അടുത്ത 48 മണിക്കൂർ കൂടി ഇത് ചെയ്താൽ സ്വയം ഒരു ഗിഫ്റ്റ് നൽകുമെന്ന് തീരുമാനിക്കുക. 6. 48 മണിക്കൂർ മുതൽ 48 ദിവസം വരെ ലോങ് ടേം ഗ്രോത്ത് പ്ലാൻ. ആദ്യത്തെ 2 ദിവസം ശീലം തുടങ്ങാൻ മാത്രം. അടുത്ത 7 ദിവസം ഇത് ഡെയിലി റൂട്ടീനിൽ സെറ്റ് ചെയ്യാൻ. അടുത്ത 21 ദിവസം ഇതിനെ ഒരു ശീലമാക്കി മാറ്റാൻ, ശക്തിപ്പെടുത്താൻ. അടുത്ത 48 ദിവസം ഇനി ഇതൊരു ജീവിതചര്യയായി മാറും. ഒരു ദിവസത്തെ മാറ്റം ഒരു വലിയ അത്ഭുതമുണ്ടാക്കില്ല, എന്നാൽ ദിവസവുമുള്ള ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കും എന്നോർക്കുക. അവസാന വാക്ക്: യാത്ര നിലയ്ക്കില്ല. ഇനി ഇതൊരു ലൈഫ് സ്റ്റൈലാകും. 48 മണിക്കൂർ പുതിയതെന്തെങ്കിലും ചെയ്തതുകൊണ്ട് അവിടെ നിർത്തരുത്. യഥാർത്ഥ കളി തുടങ്ങിയിട്ടേയുള്ളൂ. ദിവസവും ഓരോ കാൽവെപ്പുകൾ മുന്നോട്ട് വയ്ക്കുക. നിരന്തരം മുന്നോട്ടു പോകുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നതെന്ന് ഓർക്കുക. 48 മണിക്കൂറിൽ തുടങ്ങി 48 ദിവസത്തേക്കും പിന്നീട് ജീവിതകാലം മുഴുവനും വളർച്ചയുടെ പാതയിലായിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉപസംഹാരം: ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാസങ്ങളോ വർഷങ്ങളോ ഉള്ള കഠിനാധ്വാനം വേണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ അത് സത്യമല്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വെറും 48 മണിക്കൂർ, അതായത് 2 ദിവസത്തെ ശരിയായ ഉപയോഗം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ പര്യാപ്തമാണ്. ഡെഡ്ലൈനിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് എങ്ങനെ നമ്മെ കൂടുതൽ ഫോക്കസ്ഡ് ആയവരും പ്രൊഡക്റ്റീവായവരുമായി മാറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ശരിയായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യുക, പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയെ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അസാധ്യമല്ലെന്നും നിങ്ങൾ പഠിച്ചു. ഇതിന് കൃത്യമായ സ്ട്രാറ്റജി മാത്രമാണ് ആവശ്യം. ഇനി ഒരേയൊരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ: ഈ 48 മണിക്കൂർ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതോ ഒരുനാൾ ചെയ്യാം എന്ന് പറഞ്ഞ് സ്വന്തം സ്വപ്നങ്ങളെ മാറ്റിവെച്ച് പഴയ ജീവിതം തന്നെ ജീവിക്കാൻ പോവുകയാണോ? ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ 48 മണിക്കൂർ ഏതൊരു മനുഷ്യന്റെയും ജീവിതം മാറ്റിമറിക്കുമെന്ന് ഓർക്കുക. അതിനാൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആദ്യത്തെ കാൽവെപ്പ് മുന്നോട്ട് വയ്ക്കുക. നിങ്ങൾ അർഹിക്കുന്ന ആ വിജയം നേടാനുള്ള അവസരം നിങ്ങൾക്ക് തന്നെ നൽകുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഓഡിയോ ബുക്കിൽ ഇത്രയുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഓഡിയോ ബുക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ദയവായി ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുന്ന പുതിയതും ഗംഭീരവുമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇനി നിങ്ങൾ കമന്റ് ചെയ്തു പറയുക. ഒരു ജോലി ചെയ്യാൻ ആരെങ്കിലും നിങ്ങൾക്ക് 48 മണിക്കൂർ സമയം തന്നാൽ ആ ജോലി കൃത്യമായി സമയത്ത് തീർക്കാൻ നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും? പുതിയതും ഗംഭീരവുമായ മറ്റൊരു ഓഡിയോ ബുക്കുമായി നമുക്ക് വീണ്ടും കാണാം.